ലൈക്കിനും റീച്ചിനും സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന നിലയിൽ ചില തന്തയില്ലാ മക്കൾ വളർന്നതിന്റെ തെളിവാണെന്ന് നടന്നിരിക്കുന്നത്. അറിയാമല്ലോ, ഇന്നലെ ബസ്സിന് നടന്നൊരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നവനാണ്. അവൻ സാധനങ്ങൾ എന്തോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ബസ്സിൽ യാത്ര ചെയ്തു പോയി എന്നൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തുള്ളൂ. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ബസ് കുലുങ്ങുന്നതിന്റെ ഒപ്പം തന്നെ അവൾ ആദ്യം റൈറ്റ് സൈഡിൽ വെച്ചിട്ടാണ് ക്യാമറ പിടിക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ച് എന്നെ തട്ടിക്കോ എന്നും പറഞ്ഞ് അവന്റെ കൈയുടെ ഇടയിൽ കൊണ്ടുവന്ന് അവളുടെ സാമാനം വെച്ച് കൊടുത്തിട്ട് അവസാനം അവന്റെ തലക്കായ കുറ്റം. അവൻ അത്രയും മനോധൈര്യം ഇല്ലാത്തവനായതുകൊണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് അവൻ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പോലും നിൽക്കാതെ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുക തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. അത് അവൾ എന്തായാലും സാധിച്ചെടുത്തില്ലേ. സോഷ്യൽ മീഡിയയിൽ അവർക്ക് റീച്ച് കിട്ടി. അതുപോലെ തന്നെ ഓൺലൈനിൽ കിടക്കുന്ന കുറെ ഉണ്ണാക്കന്മാര്, ഓൺലൈൻ ആങ്ങളമാര് എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കിയാണ് ഇവളെമാരെ പോലുള്ളവന്മാരെ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കുറവന്മാര് തന്നെയാണ്, പറയാൻ പറ്റത്തില്ല. കാരണം ആണിന്റെ ശാപം ആണുങ്ങൾ തന്നെ. അല്ലോ, ചത്തുപോയില്ലേ, അല്ലെ ചത്ത് കളഞ്ഞില്ലേ ഇവളൊക്കെ കാരണം. സത്യം പറഞ്ഞാൽ അവന്റെ ശാപം എടുത്ത് ഇവളുടെ വീടിന്റെ വാതിക്കെ കൊണ്ട് ഇവളെ കൊണ്ട് തീറ്റിക്കണം. കർമ്മം പോലും ചെയ്യിപ്പിക്കരുത്, ഇവളുടെ വീട്ടിൽ കൊണ്ടിടണം. അങ്ങനെ ചെയ്യേണ്ട ഈ തന്തയില്ലാ പൂറി മക്കളെയൊക്കെ. അല്ലാതെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നാളെ ഒരാണിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിശ്വസിച്ച് ബസ്സിൽ പോകും? ഇവളെക്കാളും ഒക്കെ അന്തസ് തെരുവ് വേശികൾക്കുണ്ടല്ലോ. കാരണം ഇവളൊക്കെ റീച്ചിനും കുറച്ച് കാശ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അവളുടെ ആ കടിയും കഴപ്പവും തീർന്നു കിട്ടിയല്ലോ ഒരുത്തനെ കൊന്നു കളഞ്ഞപ്പോഴത്തേക്കും. ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു. ഈ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന കാശ് നീ ആർക്ക് എന്ത് മേടിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അവളോടാണ് ഈ ചോദിക്കുന്നത്. അതിന്റെ പേരിൽ അവക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവളുടെ ചാനൽ റിപ്പോർട്ട് അടിച്ച് കളയണം. അവൾ എന്താകണമെന്ന് ആഗ്രഹിച്ചാൽ അത് ആക്കരുത്. അവളെ കാണേണ്ടത് അവളുടെ തന്തയാണ്, അവളെ ഉണ്ടാക്കിയ തന്തയും തള്ളയുമാണ്. കാരണം എന്തിന് ഇതുപോലത്തെ പാഴ് വിത്തുകളെ ഉണ്ടാക്കി? അത് ആലോചിച്ച് അവളുടെ തന്തയും തള്ളയും ചാവണം. നമ്മൾ ഒരിക്കലും ഒരാളും നന്നാവരുത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവളൊക്കെ പുഴുത്തു തന്നെ ചാവണം. ഇവളുടെ തന്തയും തള്ളയും അത് അറിഞ്ഞ് അനുഭവിച്ച് തന്നെ ചാവണം. കാരണം ഇതുപോലത്തെ ഉള്ള പാഴായിട്ടുള്ള സൃഷ്ടികളെ ഉണ്ടാക്കിയതിന് അവളുടെ തന്ത എന്ന് പറയാൻ തന്തയില്ലാ മോനെ നാട്ടിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആമ്പിള്ളേരുണ്ടെങ്കിൽ എടുത്തിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത്. ഇവക്ക് ആങ്ങളമാരോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് പെരുമാറണം. കാരണം ഇനി ഒരു ടീം ഇതുപോലെ പൊക്കി പിടിച്ചോണ്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ആ നാട്ടിൽ കഴിവുള്ളവന്മാരുണ്ടെങ്കിൽ ഇതാ ചെയ്ത് കാണിക്കേണ്ടത്. അതിന്റെ പേര് നിനക്കൊക്കെ എന്ത് പോലീസ് കേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോടാ. ഇല്ല, നാളെ ഇതേപോലുള്ള നമ്മുടെ ഇതിൽപ്പെട്ട ഒരുപാട് പേര് അനുഭവിക്കാൻ പോവാടാ. ബസ്സിൽ കയറുമ്പോഴത്തേക്കും ക്യാമറ ഓണാക്കി വെച്ച് കയറാൻ പറ്റുവാടാ നമുക്കൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പടച്ചട്ടിട്ടുണ്ട് കയറാൻ പറ്റുവാടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആലോചിക്കുക. അതുകൊണ്ട് കഴിവതും നിന്റെയൊക്കെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ശരി, ലിഫ്റ്റ് അടിച്ച് ബൈക്കിൽ പോയാലും ശരി, ഇതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാതെ. കാരണം നിന്നെയൊക്കെ കുരുക്കാനുള്ള ചൂണ്ടയുമായി ഇനിയും ഓരോളുമാര് വന്നിരിപ്പുണ്ട്. നീ ആരാണ് അതിൽ വീഴാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ മനോധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്ത്. അപ്പൊ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നമുക്ക് ഇതേപോലെ കാണാം. എനിക്ക് തന്തയില്ലാമോളോടാണ് പറയാനുള്ളത്. ഇതിലും ഭേദം നീ പോയി വേറെ എന്തെങ്കിലും പണി ചെയ്ത് കാശുണ്ടാക്കി. ഇതിനേക്കാളും അന്തസ്സുണ്ട്, നിന്നെക്കാളും അന്തസ്സുണ്ട് ഈ തെരുവ് വേശികൾക്ക്. നീ അവളുമാരെ കണ്ടുപഠിക്ക്, തന്തയ്ക്ക് പറക്കാത്തവളെ.